ലോകം ജപിക്കുന്നു നിന്നാമം പ്രേമപൂർവം. പാല്. പാലോ? ഇത് പതിവില്ലാത്താണല്ലോ. ഏട്ടൻ ഈയിടെയായിട്ട് വല്ലാത്ത ക്ഷീണം. ഹോർലിക്സ് ചേർത്തിട്ടുണ്ട്. അപ്പ എന്നെ ഇനി അങ്ങോട്ട് പരിപോഷിപ്പിക്കാന്ന് തന്നെ. കഷ്ടം തന്നെ ഗോവിന്റെ നന്ദേട്ടന്റെ കാര്യം. എന്നാലും അവർക്കിങ്ങനെ തോന്നിയില്ലോ, സ്വന്തം ഭാര്യമാരെ മറന്ന നടിയുടെ പിന്നാലെ. ആദ്യം നിങ്ങൾക്ക് ആരോ ഒരാൾ എന്നായിരുന്നില്ലേ സംശയം? ഇപ്പൊ രണ്ടുപേരുടെയും തനിനിറം പുറത്തായില്ലേ? അതൊക്കെ അവരുടെ കാര്യം. എന്റെ കൂട്ടിന് അവളുടെ വലയിലെങ്ങും വീണില്ലല്ലോ. എനിക്കത് മതി. തൊട്ടടുത്ത് റോസാപ്പൂ വിരിഞ്ഞു നിൽക്കുമ്പോ ആരെങ്കിലും കടലാസപ്പൂ അന്വേഷിച്ചു പോവോ? ആ നന്ദേട്ടന് ഗോപന് പടുവിട്ടികളാ. ഞാൻ റോസാപ്പൂവാ. എന്താ ഇത്ര സംശയം? അയ്യോ കിലുക്കം. അത് മോഹൻലാലിന്റെ ഒരു പടത്തിന്റെ പേരല്ലേ? അല്ല, ചേട്ടനും ചാടിക്കേ. ചാടാനോ? ആ, ഒന്ന് ചാടിക്കേ. എന്താണത് ഇത്? ചാടല്ലേ പറഞ്ഞത്? ആനന്ദ് രാവിലെ ചുമ്മാ ആരെങ്കിലും കണ്ട. ഹായ്, ആണുങ്ങളുടെ വള. ആണുങ്ങളുടെ വളയല്ല, പെണ്ണുങ്ങളുടെ വള. ഇതെങ്ങനെ എന്റെ പോക്കറ്റിൽ വന്നു? അതാ എനിക്ക് അറിയേണ്ടത്. എന്താ ഇവിടെ പ്രശ്നം? ആഹാ, വളപ്പൊട്ടുകൾ. ഓ, ഇന്നലത്തെ ആഹ്ലാദ പ്രകടനത്തിന്റെ ആയിരിക്കും. ഇവിടത്തെ പെണ്ണുങ്ങൾ കുപ്പിവള ഇടാറില്ലല്ലോ. പിന്നെ ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് ആരടാ? ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് യമുന റാണി. എടാ ചന്ദ്രു, ഒന്നിങ്ങ് വന്നേ. ഓ മോനെ, ഇത് യമുന റാണിയുടെ കുപ്പിവളയല്ലേടാ? അതെ, യമുന ഇതേ സൈസ് കുപ്പിവള ഇടാറുള്ളത്. ഒന്ന് പോടാവുന്നത്. യമുന റാണിയുടെ കുപ്പിവള എന്റെ പോക്കറ്റിൽ വരുന്നത്? അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ യമുന റാണി, ഗോപേട്ടൻ ഈ കൊച്ചേട്ടൻ, ഞാൻ ഗോപേട്ടൻ ഒന്നോട് മാറിയുന്നേ. യമുന റാണി പ്രേമ പാരവശ്യത്തോടെ കൊച്ചേട്ടനെ സമീപിക്കുന്നു. ഡയലോഗ് സ്റ്റാർട്ട്, ക്യാമറ ആക്ഷൻ. യമുന റാണിക്ക് വിലപ്പെട്ടൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. തടുത്ത് പറയാം. റാണി കയ്യമർത്തിയപ്പോ കൃഷ്ണേട്ടൻ കോരിത്തിരിച്ചു. യമുന റാണിയെ ചുറ്റിപ്പിടിച്ചു. രണ്ടുപേരും വികാര വിവശരായി കട്ടിലേക്ക് മറിഞ്ഞു വീണു. യമുനയുടെ കൈ ഇപ്പോഴും കൃഷ്ണന്റെ പോക്കറ്റിലാണേ. വള പൊട്ടി, അത് പോക്കറ്റിനകത്ത് വീണു. ഇതാ ആ വളപ്പൊട്ടുകൾ. അയ്യോ, ചാച്ചിക്ക. ഫോട്ടോ ഉടച്ചത് കൊണ്ട് മാത്രമായില്ല. ശരിയാ, 3 പേരും കുടിയേറിയിരിക്കുന്നത് അവളുടെ മനസ്സിലല്ലേ? നേരെ ഒന്ന് പുലർന്നോട്ടെ. അവളെ ഞാൻ இது ஏன் லைஃப்? எனக்கு பணமும் புகழும் பெருசில்ல. இல்ல ஆண்டி, இனி என்ன தொந்தரவு பண்ணாதீங்க. நானும் ஒரு பெண், எனக்கு ஒரு வாழ்க்கை வேணும். ஆமா, இதுதான் என் முடிவு. നമ്മള് മുടിഞ്ഞു പൊട്ടേന്നാണ് അവള് പറയണേ. അല്ലടി, മുടിവെന്ന് പറഞ്ഞ തീരുമാനം എന്നർത്ഥം. അപ്പൊ അവളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മയെ വിളിച്ചറിയിക്കേ. അയ്യോ, ഓക്കെ. ஹாய், வாங்க வாங்க. எத்தனை நாளாச்சு உங்களை எல்லாரும் பார்த்து? என்ன கோவமா? உங்க கோவத்துக்கு காரணம் என்னன்னு எனக்கு தெரியும். சாரி. അപ്പൊ യമുന റാണി എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മ സമ്മതിക്കണില്ലല്ലേ? ഒരമ്മമാരെ സമ്മതിക്കൂല. ഓ ഓ, நான் டெலிஃபோன்ல பேசினது அது என் சொந்த விஷயம். അത് നിങ്ങളുടെ മാത്രം വിഷയമല്ല, ഞങ്ങളെ കൂടി ബാധിക്കുന്നതാ. ஓ, நான் உங்களை எல்லாம் மறந்துட்டேன்னு நினைச்சீங்களா? சாரி, நான் ரொம்ப பிஸியா இருந்தேன், அதனால தான் பார்க்க முடியல. ஆமா, நீங்க ஏன் இந்த பக்கம் வரவே இல்ல? ഞങ്ങള് വരുന്നില്ലെങ്കിൽ എന്താ, വരേണ്ടവര് വരുന്നുണ്ടല്ലോ. இல்ல, நீங்க என்னென்னமோ மறைக்கிறீங்க. யூ ஆர் சப்ரசிங் சம்திங். നോ, ഞങ്ങളല്ല, നിങ്ങളാ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കെട്ടിപ്പിടിക്കുന്നേ. യു പ്രസിംഗ് മൈ ഹസ്ബൻഡ്. വേണ്ട, ചിരിക്കണ്ട. ഞങ്ങളുടെ ചങ്ക വേവണത്. കൂൾ ഡൗൺ. உங்களுக்கு என்ன ப்ராப்ளம்? வாங்க உட்கார்ந்து பேசலாம். വേണ്ട, ഞങ്ങൾ ഇരിക്കുന്നില്ല. ഞങ്ങൾ യമുന റാണിയോട് ഒരു കടം ചോദിക്കാനാ വന്നത്. அவ்வளவுதானா? கேளுங்களே, நான் என்ன வேணும்னாலும் தரேன். I like you all so much. മതി, ഞങ്ങളെ സ്നേഹിച്ചൊക്കെ മതി. ഞങ്ങൾ പാവങ്ങളാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഇനി വിട്ടു തരണം.
നിങ്ങളുടെ ഭർത്താക്കന്മാരാ? അല്ലെന്ന് തോന്നുന്നുണ്ടോ? എന്റെ കൃഷ്ണന്റെ പോക്കറ്റില് നിങ്ങളുടെ വളപ്പൊട്ടുകൾ എങ്ങനെ വന്നു? എന്റെ ഗോപേട്ടൻ ചെരുപ്പ് സാരിയും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാറില്ലേ? നിങ്ങൾ തമ്മിൽ ലവ് ഓഫീസ് അല്ലേ? എന്റെ നന്ദേട്ടന്റെ 5 കുട്ടികളെ പ്രസവിച്ചോളാം ഞാൻ. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നിയല്ലോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് സ്നേഹിക്കാൻ മമ്മൂട്ടീനെയും മോഹൻലാലിനെയും കമലഹാസനും ഒക്കെ കിട്ടും. പാവപ്പെട്ട ഞങ്ങളുടെ ആണുങ്ങളെ നിങ്ങൾക്ക് എന്തിനാ? അവരെ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്. ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. ஒரு மன நிம்மதிக்காக தான் களங்கமில்லாத உங்களோட எல்லாம் ஃப்ரீயா பழகினேன். உங்க மனைவிங்க ரொம்ப அப்பாவிங்க, புவர் லேடிஸ். உலகத்துல என்ன நடக்குதுன்னு அவங்களுக்கு தெரியாது. அவங்க மனசுல நீங்களும் உங்க குழந்தைங்களும் மட்டும்தான். அவங்கள மனைவிகளா கிடைச்சதுக்கு நீங்களா கொடுத்து வச்சிருக்கணும். இன்னைக்கு உங்க மனைவிங்க இங்க வந்திருந்தாங்க. அப்பப்பா என்ன திட்டி நொறுக்குனாங்க. நீங்க எல்லாம் என் கூட பழகுறதுல ரொம்ப சந்தேகப்படுறாங்க. மனசிலாயில்லே உங்களுக்கும் எனக்கும் ஏதோ தப்பான உங்களெல்லாம் என் சொந்த பிரதர்ஸ் மாதிரி தான் நினைச்சிட்டு இருக்கேன். அவங்கள மாத்த முடியாது. இனிமே நீங்க என்ன பார்க்க வரக்கூடாது. உங்களெல்லாம் நான் மறக்கவே மாட்டேன். உங்களுக்கு எப்படி நன்றி சொல்றதுன்னு எனக்கு தெரியல. தேங்க்ஸ். இதுதான் நம்ம கடைசி சந்திப்பு. எஸ், லாஸ்ட் மீட்டிംഗ്. ഇന്ന് നിന്റെ അവസാനടി. ഈ നന്ദകുമാർ ആരാണെന്ന് കാണിച്ചു തരാം. യമുന റാണിയോട് സങ്കടം പറയാൻ പോയിരിക്കുന്നു. നിന്നെ അടക്കാനൊക്കെ ഒന്ന് ഞാൻ നോക്കട്ടെടി. യമുന റാണിയെ തിട്ടി നുറുക്കിനാങ്ക രമ്പ സന്ദേഹം. നിന്റെ സന്ദേഹം ഞാൻ തീർത്തു തരാമടി. കൊണ്ട് നടന്നതും നീയേ ചാപ്പ, കൊണ്ട് കൊല്ലിച്ചതും നീയേ ചാപ്പ. അനുഭവിച്ചോ? അന്തസ്സും ആഭിജാത്യമുള്ള ഒരു കലാകാരന്റെ മുമ്പില് ഭദ്രകാളി ഉറഞ്ഞു കൊള്ളാൻ പോയിരിക്കണു. നാണം കെടുത്തില്ലേ? നീ ആരാന്നടി നിന്റെ ഭാവം? ഞാൻ 5 പിള്ളേരുടെ അമ്മയാ. മിണ്ടിപ്പോവരുത്. പട്ടികളെ പോലെ മക്കളെ പെറ്റുകൂട്ടാൻ ആരാടി നിന്നോട് പറഞ്ഞത്? നീ യമുന റാണിയോട് എന്തടി പറഞ്ഞു?